ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതാ പുതിയൊരു കണ്ടൻറ്റായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇന്നത്തെ കണ്ടൻറ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു പരിപാടിയാണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ മീഷോന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ടുണ്ട്. അത് വെറും പ്രോഡക്റ്റ്സ് അല്ല കേട്ടോ. ഇത് നമ്മൾ വാങ്ങിയിട്ടുള്ളത് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണ്. എങ്ങനെയാവും എന്താവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഓൾറെഡി ഞാൻ ആ ജസ്റ്റ് പാക്ക് പൊട്ടിച്ചപ്പോൾ തന്നെ ഞാൻ ഞെട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഒറ്റ ബോക്സിൻ്റെ അകത്താണ് അവർ ഞാൻ പറഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും നിറച്ച് തന്നിട്ടുള്ളത് ഗൈസ്. പിന്നെ ഞാൻ എന്താ ചെയ്യുക, ഇതിൻ്റെ അകത്ത് തന്നെയാണ് എല്ലാ സാധനവും അവർ പാക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. എക്സ്ട്രാ വേറെ പാക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഉള്ള പ്രോഡക്റ്റ്സ് എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് ഒരു ഐലാഷസിൻ്റെ ഒരു പാക്കാണ് കേട്ടോ. ഒരു പെയർ വരുന്നുണ്ട്. പിന്നെ ഇത് 100% ഹാൻഡ് മെയ്ഡ് ആണ് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനുശേഷം പിന്നെ എനിക്കൊരു മീഷോൻ്റെ ഒരു കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റൻ്റെ ഒരു QR കോഡൊക്കെ ഉള്ള ഒരു സംഭവം. അതിനുശേഷം ഞാൻ എടുക്കുന്നത് ഒരു കൺസീലറാണ്. ഇത് വന്നിട്ട് യാര ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ കൺസീലറാണ് കേട്ടോ. നല്ല എന്താ പറയുക, ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ മേലെ എന്താ പറയുക, ഷെയ്ഡോ നമ്പറോ അങ്ങനത്തെ ഒരു സംഭവം കൊടുത്തിട്ടില്ല. ഇതിൻ്റെ മേലെ എക്സ്പയറി ഡേറ്റോ അങ്ങനത്തെ ഒരു സാധനവും ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു സംഭവം പോലും ഇതിൻ്റെ മേലെ കൊടുത്തിട്ടില്ല ഗൈസ്. ഇതിൻ്റെ സ്മെല്ല് വന്നിട്ട് എൻ്റെ പൊന്നോ, നമ്മുടെ സോപ്പ് പൊടി ഇല്ലേ, സോപ്പ് പൊടി ബാർ സോപ്പൊക്കെ ഇല്ലേ, അതിൻ്റെ സ്മെല്ലാണ്. തീരെ ഇഷ്ടമായിട്ടില്ല കേട്ടോ. പക്ഷെ ഞാൻ കയ്യിലൊക്കെ ജസ്റ്റ് ഒന്ന് ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല. പക്ഷെ നമുക്കൊരു മേക്കപ്പ് ലുക്ക് ഞാൻ എന്തായാലും ഈ പ്രോഡക്റ്റ്സൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തത് എടുക്കാം. ഓരോന്ന് എടുക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ടെൻഷൻ ആവുകയാണ് ഗൈസ്. അപ്പോൾ അതിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ഒരു എന്താ പറയുക, ഫൗണ്ടേഷനാണ് കേട്ടോ. NC30 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് SPF ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. സ്കിന്നിനെ നല്ലതായിട്ട് തന്നെ മോയ്സ്ചർ ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 300 രൂപയാണ്. 300 അല്ല, 275 രൂപയാണ് ഇതിൽ പറയുന്നത്. 2026 വരെ യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെയും ഷെയ്ഡോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇതിൽ കൊടുത്തിട്ടില്ല. എന്താണെന്നുള്ളത് അറിയില്ല കേട്ടോ. പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ പാക്കിംഗ് ഒക്കെ സീൽ ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ ഇതിൻ്റെ കവറിൻ്റെ മേലൊക്കെ വരയും കുറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ എടുക്കുന്നതാണ് ഈ ഒരു എന്താ പറയുക, മേക്കപ്പ് ഫിക്സറാണ് കേട്ടോ. നാച്ചുറൽ മേക്കപ്പ് ഫിക്സറാണ്. ഇതിൻ്റെ ഒരു കവർ കണ്ടിട്ട് എനിക്ക് ടെൻഷനാവുക മാത്രമല്ല, എന്ത് ചെയ്യുക, ഇതിനി ഒരുപാട് കാലമായിട്ട് ഉപയോഗിക്കാതെ വെച്ച സാധനമാണോ ആണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഉപയോഗിക്കാതെ വെച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ സെയിലായി പോവാത്ത സംഭവങ്ങളില്ലേ, അതായിരിക്കും ചിലപ്പോൾ കിറ്റ് പോലെ അവർ കൊടുക്കുന്നതെന്നാണ് എനിക്കിത് കണ്ടിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ, കവറിൻ്റെ മേലെ എല്ലാ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അലോവേര, വിറ്റമിൻ ഇ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയതെന്നൊക്കെയാണ് പറയുന്നത്. ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊടുത്തത് 100 ml പ്രോഡക്റ്റാണ്. MRP 300 രൂപയാണ്. എക്സ്പയറി 2027. പക്ഷേ ഇവിടെയാണ് ഞാൻ ഞെട്ടിയത് ഗൈസ്. ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഒരു കറുപ്പ് കുപ്പീൻ്റെ മേലെ ഒരു സ്റ്റിക്കർ മാത്രം അവർ ഒട്ടിച്ച് വെച്ച കുപ്പീൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കുപ്പി ജസ്റ്റ് ഒന്ന് ചതങ്ങിയിട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കുക, ഇതിപ്പോൾ എങ്ങനെയപ്പോൾ മുഖത്ത് അടിക്കണേ മേക്കപ്പ് ലുക്ക് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞല്ലേ നിങ്ങളോട്. അപ്പോൾ ഇത് ചെയ്യണ്ടെന്നുള്ള കൺഫ്യൂഷനിൽ ഞാൻ നിൽക്കുക. എങ്ങനെ ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്തായാലും അടുത്തത് എടുക്കാം. അടുത്തത് എന്ന് പറയുന്നത് ഒരു മാറ്റ് ലിപ്സ്റ്റിക്സ് എന്നാണ് പറയുന്നത്. ബ്രൗൺ ബ്ലഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റേതാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അതിൻ്റെ ബാക്കിലും സൈഡിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3D എന്താ മാറ്റ് ഫിനിഷാണ് കിട്ടുന്നത്. ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെന്താ, ലൈറ്റ് വെയ്റ്റ് ആണ്, സ്മൂത്ത് ആപ്ലിക്കേഷനാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 എണ്ണം കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒന്ന് ലൈറ്റ് ആയിട്ടുള്ള റെഡ് കളറും ഒന്ന് നല്ല ഡാർക്ക് ആയിട്ടുള്ള കളറുമാണ് വരുന്നത്. അപ്പോൾ ഈ റെഡ് കളറിൻ്റെ കവർ എന്തായാലും പൊട്ടിയിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. കണ്ടോ, നല്ലൊരു വര വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സാരമില്ല. അപ്പോൾ ഉള്ളിലുള്ള പ്രോഡക്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ നല്ലൊരു ചെറി റെഡ് എന്നൊക്കെ പറയാം. നല്ലൊരു ബ്രൈറ്റ് ആയിട്ട് നമ്മുടെ ഫേസിലിട്ടിന് നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു റെഡ് കളറാണ്. ബട്ട് ഇതിൻ്റെ സ്മെല്ല് എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് വേണമെങ്കിൽ ഞാൻ മേക്കപ്പ് ലുക്ക് ചെയ്യുന്ന സമയത്ത് ഈ പ്രോഡക്റ്റ്സ് തന്നെ എല്ലാം യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ മേക്കപ്പ് ചെയ്യുക ഗൈസ്. എനിക്ക് പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് പേടിയുണ്ട്. ഓക്കെ, ഇതാണ് കേട്ടോ അതിൻ്റെ ഷെയ്ഡ് വന്നിട്ട്.
കേട്ടോ. നല്ലൊരു റെഡ് കളറാണ്, എനിക്കിഷ്ടമായി. നല്ല വരച്ചപ്പോൾ കയ്യിലിങ്ങനെ വരച്ചപ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ സ്മൂത്തായിട്ട് നമുക്ക് അങ്ങനെ ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡാർക്കായിട്ടുള്ള ഷെയ്ഡാണ് വരുന്നത്. കണ്ടോ, ആ ഒരു കവറിൻ്റെ മേലുള്ള അതേപോലെ തന്നെ നല്ല ഡാർക്കായിട്ടുള്ളൊരു ബ്രൗൺ, റെഡിഷ് ബ്രൗൺ എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു കളറ്. നല്ല രസം ഉണ്ടാവും ഇട്ടിട്ടുണ്ടെങ്കിൽ. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായിട്ടുണ്ട്. ഓക്കെ, നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു ഫിനിഷിങ്, ആ ഒരു സംഭവമില്ലേ, അത് ആ കൂറുമ്പോൾ മാതിരി ഉണ്ടാവുന്നത്, അതൊക്കെ ആ അടപ്പിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ തട്ടിപ്പോയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, കണ്ടോ അതിൻ്റെ ഉള്ളിൽ പറ്റി പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സംഭവം, ആ ഒരു ഫിനിഷിംഗ് ഒക്കെ പോയി കിടക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ സ്മെല്ല് അത്ര കുഴപ്പമില്ല. നോർമൽ നമ്മൾ സാധാരണ ബ്രാൻഡഡ് അല്ലാത്ത നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ലിപ്സ്റ്റിക് അല്ലേ, അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലായിരുന്നു കേട്ടോ അത്. കണ്ടോ, ഇതാണ് അതിൻ്റെ ഷെയ്ഡ്. നല്ല ഡാർക്കായിട്ടുള്ള, മറ്റേ റെഡിനേക്കാൾ കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തത് എടുക്കാം. ഇനി നമ്മൾ എടുക്കുന്നതാണ്, ഇത് വന്നിട്ട് പ്രൈമർ ആണെന്നാണ് തോന്നുന്നത്. ബ്യൂട്ടിഫോറിയ എന്ന് പറഞ്ഞിട്ടുള്ള, മാറ്റ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. നോർമൽ ടു ഓയിലി സ്കിന്നിന് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. പോർലെസ് എന്നാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും, പ്രൈമർ ആവാനാണ് ചാൻസ്. ഇതിൻ്റെ പാക്കിങ്ങും നല്ലതായിട്ട് തന്നെ ഉണ്ട്. മീൻസ് കവറിൻ്റെ മുകളിൽ കുറേ വരയും കുറിയൊക്കെ ഉണ്ടെങ്കിലും ഉള്ളിൽ പാക്കിംഗ് ഒക്കെ സീൽ ചെയ്തത് തന്നെയാണ് കേട്ടോ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് പ്രിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രിപ്പ് പ്ലസ് പ്രൈം എന്ന് പറഞ്ഞിട്ടുള്ളൊരു എസെൻഷ്യൽ ഓയിൽസ് എന്തോ സംഭവമാണ്. കണ്ടോ, ബോട്ടിലിനകത്താണ്. അതിൻ്റെ ഉള്ളിലൊരു ബോട്ടിലുണ്ട്. ഒരു ലൈറ്റ് യെല്ലോ കളറിലുള്ളൊരു ഓയിലാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു എസെൻഷ്യൽ ഓയിലാണെന്നാണ് തോന്നുന്നത്. ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് സ്മെല്ല് ചെയ്തായിരുന്നു ഗൈസ്. എനിക്ക് ഇഷ്ടമായില്ല. എന്തിൻ്റെ സ്മെല്ലാന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ചെരുപ്പിൻ്റെ ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ലെതറിൻ്റെ ഒരു സ്മെല്ലുണ്ടാവില്ലേ, ലെതറിൻ്റെ ചെരുപ്പിൻ്റെ അങ്ങനത്തെ ഒരു സ്മെല്ലാണ് കേട്ടോ ഇതിനകത്ത്. എനിക്ക് തീരെ ഇഷ്ടമായില്ല സ്മെല്ല്. നോക്കാം നമുക്ക് എന്തെങ്കിലും എങ്ങനെയാണ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിൻ്റെ മേലെയും എല്ലാ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നോ ആനിമൽ ടെസ്റ്റാണ്, പിന്നെ പ്ലാന്റ് ബേസ്ഡ് ഇൻഗ്രീഡിയൻസ് ആണ്, പാരബൻ ഫ്രീ ആണ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ സ്പഞ്ചാണ്. എനിക്ക് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇവരെയാണ് ഗൈസ്, സത്യം പറയാലോ. മറ്റേതൊക്കെ അത്യാവശ്യം എനിക്ക് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ പേടിയുണ്ട്. ഓക്കെ, സ്പഞ്ച് നല്ല സ്മൂത്താണ്, നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ, കയ്യിൽ പിടിക്കാൻ വേണ്ടി എനിക്ക് ഇഷ്ടമായി. ഓക്കെ, ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ NC25 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മിനറലൈസ്ഡ് ഫൗണ്ടേഷൻ ലൂസ് പൗഡറാണ് കേട്ടോ. ഇതും അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ മേലെയും ഡേറ്റ് എക്സ്പയറി ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. 2024 എക്സ്പയറി 2027 ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് ഈ ടിന്നിൻ്റെ മേലെ ഇതിൻ്റെ ആഡ്സോ അങ്ങനെ ഒന്നുമില്ല, നോർമലായിട്ടുള്ളൊരു പാത്രമാണ്. അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, ഒരു സ്പഞ്ചിൻ്റെ ഒരു സംഭവം ഉണ്ട്. ബട്ട് അത് നോർമൽ സ്പഞ്ച് പോലെയല്ല, കുറച്ച് എന്താ പറയുക, കുറച്ചൊരു കട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയ സമയത്ത് ഞാൻ എങ്ങനെ ഇതിപ്പോൾ അതാക്കുക നോക്കി. അപ്പോൾ സംഭവം മനസ്സിലായെന്ന് വെച്ചാൽ ഈ ഒരു അടപ്പ് കണ്ടോ, ആ അടപ്പിൻ്റെ മേലെ അത് നെറ്റ് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് പൗഡർ ആ നെറ്റിൻ്റെ അവിടേക്ക് ഇങ്ങനെ വരും. ഈ സ്പഞ്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ ആ അടപ്പിൻ്റെ മേലെ തന്നെ ഇങ്ങനെ ഡാബ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പൗഡർ കിട്ടും, തുറക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിൻ്റെ മേലെ നമ്മളെ പൗഡറിൻ്റെയൊക്കെ മേലെ ഉണ്ടാവില്ലേ ചെറിയ ചെറിയ ഹോള്, അതേപോലെ ഹോളുണ്ട്. ഓക്കെ, ഇതിൻ്റെ സ്മെല്ലും നോർമൽ ഒരു കോമ്പാക്ട് പൗഡറിൻ്റെ ഒക്കെ മാതിരി തന്നെ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സാണ് ഗൈസ് നമ്മൾ മീഷോന്ന് മേക്കപ്പ് കിറ്റ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് നമുക്കൊരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.